കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. കഷ്ടനഷ്ടം ഏറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണേ. കഴിഞ്ഞ രാത്രി കണ്ടവർ എത്ര പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, സന്തോഷത്തിനായ സ്തോത്രം. ദേശത്തെയും ദേശനിവാസികളെയും അയൽഭവനങ്ങളെയും എല്ലാം തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന വീഴ്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, രോഗികളായി ഭാരപ്പെടുന്നവർ, ദുഃഖിതരായിരിക്കുന്നവർ, മാനസികമായി വ്യതകൾ അനുഭവിക്കുന്നവർ, കർത്താവെ തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവർ, ഒത്തിരി കർത്താവെ വിഷയത്തോടെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, അവരോട് മനസ്സലിവ് കാണിച്ച് സൗഖ്യം, വിടുതലും ആശ്വാസം അവരുടെ മേൽ ദൈവം കൽപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹപ്രായമായി നിൽക്കുന്ന സഹോദരി സഹോദരന്മാർ, കർത്താവെ അവർക്ക് തക്ക സമയത്ത് നല്ല വിവാഹം നടപ്പാൻ ആവശ്യമായ ക്രമീകരണങ്ങളെ ദൈവം ചെയ്യണമേ. കർത്താവെ, വിവാഹശേഷം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, അവരോട് മനസ്സലിവ് കാണിക്കണമേ. ഈ പ്രഭാതത്തിൽ അവർക്ക് ദൈവമേ ഒരു ആശ്വാസവും വിടുതലെന്നോ ദൈവം കൽപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കർത്താവെ, സ്നേഹിതർ
അനേകർ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, നല്ല ജീവിത സാഹചര്യങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, സഞ്ചരിപ്പാൻ വാഹനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഒത്തിരി പേർ കർത്താവെ, അടിയുടെ സ്നേഹിതർ അനേകരുണ്ട് കർത്താവെ. അവരോടൊക്കെ മനസ്സിലവ് കാണിച്ച് വിടുതലും ആശ്വാസവും പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന അടിയുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ബ്രദർ തോമസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. തൻ്റെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ കർത്താവെ. ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ജോലിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, അടിയുടെ സ്നേഹിതരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൃക്കരം കൂടെ ഇരിക്കണമേ. നിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, അതിൻ്റെ കർത്താവെ, അനേക സ്നേഹിതർ ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽ നേരോടെ വിശ്വസ്തയോടെ നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകി തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.